നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഞങ്ങൾ സഹായിക്കണോ? ഒരു വികലാംഗയെ സഹായിക്കുന്ന പുണ്യല്ലേ? നിങ്ങൾ ചെയ്തെന്ന സഹായം തന്നെ ധാരാളം. ഇതിനുള്ള പ്രത്യുപകാരം ഞാൻ വൈകാതെ തരുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഇല്ലെങ്കിലും അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ഇത് അഹങ്കാരമല്ല, വേദനയാ. ശരീരത്തിന്റെ മാത്രല്ല, മനസ്സിന്റെ. നിങ്ങൾ കാരണം എന്റെ കുടുംബം മുഴുവൻ കരയേണ്ട അവസ്ഥയാ ഉണ്ടായത്. എന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങും. ഇത്രമാത്രം ദ്രോഹിക്കാൻ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? അതിന് ഞങ്ങൾ നിന്നെ വീഴ്ത്തിയെന്ന് ആരാ പറഞ്ഞത്? നീ കാലു വഴിക്ക് വീണതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഡീ, എന്ത് ധൈര്യത്തിൽ നിങ്ങൾ ഈ റൂമിലേക്ക് കയറിയത്? ഇവളോട് ചെയ്തതിന് ഇന്നലെ തന്നെ നിങ്ങളോട് ഞാൻ കണക്ക് തീർക്കാൻ ഇറങ്ങിയതാ. ഭൂമിക മേഡം തടഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വേണ്ടെന്ന് വെച്ചത്. പക്ഷെ വെറുതെ മുറി കയറി പ്രശ്നം ഉണ്ടാക്കിയ മാഡം പറഞ്ഞതെല്ലാം മറന്ന് നിന്നെയൊക്കെ ഞങ്ങൾ ശരിക്ക് കൈകാര്യം ചെയ്യും. മീരെ, ഇവരോട് അടങ്ങി ഒതുങ്ങി നടന്നോളാൻ പറഞ്ഞോ? മുക്തിയോട് മോശമായിട്ട് പെരുമാറുന്നവർക്കൊന്നും ഇപ്പൊ നല്ല സമയമല്ല. ഓ, ഇവളുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ? വെറുതെ പണി മേടിച്ചു കൂട്ടണ്ട. നീ ഞങ്ങൾക്ക് പണി തരുമോ? ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് ഓരോന്ന് ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ അവളെ തൊട്ട് കാണിക്കും. ധൈര്യം ഇല്ലല്ലേ? ഇനി മേല ഈ മുറിയിലേക്ക് ഞങ്ങളുടെ സമ്മതമില്ലാതെ കയറിയാ നിന്റെയൊക്കെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങി പോടി. പാറു, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഈ വേദനയും പനിയൊക്കെ വെച്ചോണ്ട് നീ ജോലിക്ക് പോയാ ഉറപ്പാ ഇനി തല ഇറങ്ങി വീഴും. എനിക്ക് പോയേ പറ്റൂ, വേറെ വഴിയില്ല. ഞാൻ പ്രിയനെ വിളിച്ചു, പ്രിയൻ വരുന്നുണ്ട്. പ്രിയൻ ചേട്ടനെ വിളിക്കണ്ട, അത് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. ഈ അവസ്ഥയിൽ നിന്നെ ഒറ്റയ്ക്ക് ഞങ്ങൾ കമ്പനിയിലേക്ക് വിടുമെന്ന് നീ കരുതുന്നുണ്ടോ? പ്രിയനും കൂടെ ഉണ്ടെങ്കിൽ നിന്നെ പറഞ്ഞു വിടാം. ഇല്ലെങ്കിൽ നിന്നെ കെട്ടിയിടാനും ഞങ്ങൾ മടിക്കില്ല. നിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭൂമിക മാഡം ഞങ്ങള് ചീത്ത പറയും. പ്രിയം വരട്ടെ, എന്നിട്ട് ഭൂമിക മാഡം ഒരു തീരുമാനം എടുക്കട്ടെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തായാലും കമ്പനിയിലേക്ക് പോവും. ഐഷ, ആ പേഴ്സിങ് എടുക്ക്. ഇങ്ങതാ. പതുക്കെ. പാറു, കുഴപ്പമില്ല. ആ, എന്താ പ്രിയ, രാവിലെ തന്നെ? പാറുവിനിപ്പോ എങ്ങനെയുണ്ട് ചേട്ടാ? കൈക്കും കാലിലും നല്ല ചതവുണ്ട്. നടക്കാൻ പറ്റുമെന്നറിയില്ല. അയ്യോ, അത്രയ്ക്ക് പരിക്കുണ്ടോ? ഭൂമിക മാഡം പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. ഞാൻ വിളിച്ചിട്ട് വരാം. ആ, ദാ വന്നല്ലോ. അയ്യോ, പാറു, ഇത്രയും പരിക്ക് പറ്റിയിട്ട് നീ എന്തിനാ കമ്പനിയിലേക്ക് വരുന്നത്? നിനക്ക് റെസ്റ്റ് എടുത്തൂടെ? ഞങ്ങൾ അതൊക്കെ ഇവളോട് പറഞ്ഞതാ. ആശുപത്രിയിലേക്ക് പോവാൻ പോലും ഇവള് സമ്മതിക്കുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ചേച്ചിയുടെ കല്യാണം നടത്തണം എന്നുള്ളതായിരുന്നു. അതിന് പറ്റിയൊരവസരമായത്.